ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർക്കിടെക്ചർ എന്നീ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റായ ഓട്ടോക്യാഡ് ആണ്. ഓവർസിയർ ലെവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഓട്ടോക്യാഡ്. സോ നമുക്ക് സബ്ജക്റ്റിലോട്ട് കടക്കാം. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഫ്രണ്ട്സ്, എന്താണ് ഓട്ടോക്യാഡ് എന്ന് നമുക്ക് നോക്കാം. അതായത് ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് നോൺ ആസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ഓർ ക്യാഡ്. നമ്മൾ ഈ ക്യാഡ് CAD എന്നും CADD എന്നും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിങ്ങിനെയാണ് നമ്മൾ CADD വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ട് രീതിയിലും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. CAD മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് എന്നും, CADD ആണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എന്നും കുത്തേണ്ടതാണ്. പലതരം കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓട്ടോക്യാഡിൽ വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള കമാൻഡ്സ് ആണ് ഉള്ളത്: മോഡിഫയിങ് കമാൻഡ്സും ഡ്രോയിങ് കമാൻഡ്സും. സോ ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ് കമാൻഡ്സ് ആണ് ലൈൻ, സർക്കിൾ, ആർക്ക്, പോളിഗൺ, ടെക്സ്റ്റ് ആൻഡ് ഹാഷ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയിങ് കമാൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇറേസ്, കോപ്പി, മിറർ, ഓഫ്സെറ്റ്, അറേ, മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ, ട്രിം, എക്സ്റ്റെൻഡ്, ബ്രേക്ക്, ചേംഫർ, ഫില്ലറ്റ്, എക്സ്പ്ലോഡ്. ഈ കമാൻഡ്സ് ആണ് നമ്മൾ ഓട്ടോക്യാഡിൽ സ്ഥിരമായി യൂസ് ചെയ്യാറുള്ള മോഡിഫയിങ് കമാൻഡ്സ്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലൈൻ കമാൻഡ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് കോമൺ കമാൻഡ് യൂസ്ഡ് ടു ഡ്രോ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനാണ് നമ്മൾ ലൈൻ കമാൻഡ് ഉപയോഗിക്കുന്നത്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഓട്ടോക്യാഡിൻ്റെ സോഫ്റ്റ്വെയറിൽ ലൈൻ കമാൻഡ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും, അതിനുവേണ്ടി മാത്രമാണ്. ദെൻ പോളിലൈൻ. ഇറ്റ് ഈസ് എ കണക്റ്റഡ് സീക്വൻസ് ഓഫ് ലൈൻ ഓർ ആർക്ക് സെഗ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ്. ഓക്കെ. ദെൻ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അതേ കോപ്പി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഓഫ്സെറ്റ്. യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് സെലക്റ്റഡ്. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ അതേ ഷേപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാരലായിട്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രിം കമാൻഡ്. ഇറ്റ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു കട്ട് ഓഫ് എനി പാർട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാനാണ് ട്രിം കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓട്ടോക്യാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ട്രിം കമാൻഡ്. അടുത്തതാണ് എക്സ്പ്ലോഡ്. ഇറ്റ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു ഡിസസോസിയേറ്റ് എ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് പാർട്സ്. അതായത് ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് പാർട്ടാക്കി ഡിസസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പ്ലോഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് മിറർ. യൂസ്ഡ് ടു ക്രിയേറ്റ് മിറർ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇത് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മിറർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു ഇറേസ് പാർട്ട് ഓഫ് ആൻ ഒബ്ജക്ട് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പാർട്ട് ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ട്രിമ്മും ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ട്രിമ്മ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്യാനാണ് ട്രിം കമാൻഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പോർഷൻ കട്ട് ചെയ്യാനാണ് നമ്മൾ ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ചേംഫർ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ജോയിൻ ടു നോൺ പാരലൽ ലൈൻസ് ബൈ ഡ്രോയിങ് എ ബിവൽഡ് ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ്. രണ്ട് നോൺ പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യാൻ ബൈ യൂസിങ് ബിവൽഡ് ലൈൻ ആണ് ചേംഫർ കമാൻഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഫില്ലറ്റും ചേംബറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫില്ലറ്റ് കമാൻഡ് യൂസ്ഡ് ടു ജോയിൻ ടു നോൺ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ എ ലൈൻ ആൻഡ് ആൻ ആർക്ക്, സർക്കിൾ, പോളിലൈൻ വിത്ത് ആൻ ആർക്ക് ഓഫ് സ്പെസിഫൈഡ് റേഡിയസ്. രണ്ട് നോൺ പാരലൽ ലൈൻസ് കണക്ട് ചെയ്യാൻ ഒരു ആർക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫില്ലറ്റ് കമാൻഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഫില്ലറ്റ് കമാൻഡ് ആണെങ്കിൽ രണ്ട് നോൺ പാരലൽ ലൈൻസ് കണക്റ്റഡ് ബൈ ആർക്ക് ആയിരിക്കും. ചേംഫർ ആണെങ്കിൽ ബിവൽഡ് ലൈനും ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫില്ലറ്റഡ് ലൈൻ ആണെങ്കിൽ ആർക്കും, ചേംഫേർഡ് ലൈൻ ആണെങ്കിൽ ബിവൽഡ് എഡ്ജും ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയിങ് കമാൻഡ് ആയിരുന്നു നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ചൂടെ കൊടുത്തിരിക്കുന്നത് മോഡിഫയിങ് കമാൻഡ് നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് കീ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ്. മിറർ യൂസ് ചെയ്യുന്നത് MI വെച്ചിട്ടും ഓഫ്സെറ്റ്
ഒ, അറേ AR, റൊട്ടേറ്റ് RO, സ്കെയിൽ SC, ട്രിം TR, എക്സ്റ്റെൻഡ് EX, ബ്രേക്ക് BR, ചൈംഫർ CHA, ഫില്ലറ്റ് F, എക്സ്പ്ലോഡ് X, മൂവ് M. ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൂടാതെ ഈ റെപ്രസെൻറ്റേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ചോദിച്ചിട്ട് ഇത് ഏതിൻ്റെ കമാൻഡാണ് എന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കാണാതെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻ കീ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ F1 നമ്മൾ ഹെൽപ്പിന് ആണ് യൂസ് ചെയ്യുന്നത്. F2 ആണെങ്കിൽ ടെക്സ്റ്റ് വിൻഡോ ആയിരിക്കും. F3 ഒബ്ജക്റ്റ് സ്നാപ്പ്, F5 ഐസോപ്ലെയിൻ, F6 ഡൈനാമിക് UCS, F7 ഗ്രിഡ്, F8 ഓർത്തോ, F9 സ്നാപ്പ്, F10 പോളാർ ട്രാക്കിംഗ്, F11 ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. മുന്നേ കണ്ട ഫംഗ്ഷൻ കീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. F1 തൊട്ട് F12 വരെയുള്ള ഫംഗ്ഷൻ കീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. PSCയിൽ സ്ഥിരമായി കണ്ടുവന്നിട്ടുള്ള ഫംഗ്ഷൻ കീയാണ് ഞാൻ മുന്നേ സ്ലൈഡിൽ കാണിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചാൽ നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം. 4 ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് ആണ് ഞാൻ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്നാപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോക്ക് ദ മൂവ്മെന്റ് ഓഫ് ക്രോസ് ഹെയർ ഓഫ് പോയിന്റിംഗ് ഡിവൈസ് ടു ദ നിയറസ്റ്റ് ഗ്രിഡ് പോയിന്റ്. അടുത്തുള്ള ഗ്രിഡ് പോയിന്റിൽ ആ ക്രോസ് ഹെയർ അല്ലെങ്കിൽ കഴ്സറിന്റെ മൂവ്മെന്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട് സ്നാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പിക്ക് എ ജോമെട്രിക് പോയിന്റ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ജോമെട്രിക് പോയിന്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്ട് സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. ഓർത്തോ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രെയിൻ ദ മൂവ്മെന്റ് ഓഫ് കഴ്സർ എയ്തർ ടു ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. കഴ്സറിന്റെ മൂവ്മെന്റ് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോ യൂസ് ചെയ്യുന്നത്. ഗ്രിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ റെഫറൻസ് ഗ്രിഡ് ഓഫ് ഡോട്ട് വിത്ത് എനി ഡിസൈഡ് സ്പേസിംഗ്. ഓക്കെ, ഗ്രിഡ് കനോട്ട് ബി പ്ലോട്ടഡ് ആൻഡ് ഇറ്റ് ഈസ് നെവർ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ നമ്മൾ ഡ്രോയിങ് ആയിട്ട് PDF കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഗ്രിഡ് പോയിന്റ്സ് കാണാറില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നൊരു ടേം നിങ്ങൾ പലയിടത്തും കണ്ടു കാണും. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡ്യൂറിങ് എ കമാൻഡ് യു ക്യാൻ അലൈൻ പോയിന്റ്സ് ബോത്ത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഫ്രം ഒബ്ജക്ട് സ്നാപ്പ് ലൊക്കേഷൻ. ഒബ്ജക്ട് സ്നാപ്പ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ജോമെട്രിക്കൽ പോയിന്റ് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ ഒബ്ജക്ട് സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഓട്ടോക്യാഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തത്. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ, ഓട്ടോക്യാഡ് വാസ് റിലീസ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ A 1995, ഓപ്ഷൻ B 1982, ഓപ്ഷൻ C 2010, ഓപ്ഷൻ D 2000. ആൻസർ എന്ന് പറയുന്നത് 1982 ആണ്. ഓർത്തിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഒറിജിൻ ഓഫ് എ ഡ്രോയിങ് ഈസ് അറ്റ്. ഓപ്ഷൻ A 01, ഓപ്ഷൻ B 00, ഓപ്ഷൻ C 11, ഓപ്ഷൻ D 10. ആൻസർ എന്ന് പറയുന്നത് 00. എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് PSCയിൽ പ്രതീക്ഷിക്കാം. സോ ഒന്നും നിസ്സാരമായിട്ട് കരുതരുത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ദ ടേം UCS സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ A യൂസർ കോർഡിനേറ്റ് സ്റ്റേറ്റ്, ഓപ്ഷൻ B യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ C യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ D യൂസർ കോർഡിനേറ്റ് സെറ്റ്. സ്ഥിരമായിട്ട് PSCയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് UCS എന്താണെന്ന്. ആൻസർ എന്ന് പറയുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ UCS കോർഡിനേറ്റ് സിസ്റ്റം, കോർഡിനേറ്റ് കമാൻഡ് ആണ് ഈ പറയുന്ന UCS എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രസ് ദ F9 കീ ഓഫ് കീബോർഡ് ഫോർ. ഓപ്ഷൻ A ഗ്രിഡ് ഓൺ ഓർ ഓഫ്, ഓപ്ഷൻ B ഓർത്തോ ഓൺ ഓർ ഓഫ്, ഓപ്ഷൻ C സ്നാപ്പ് ഓൺ ഓർ ഓഫ്, ഓപ്ഷൻ D നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാവുന്നതാണ്. ആൻസർ സ്നാപ്പ് ഓൺ ഓർ ഓഫിന് വേണ്ടിയാണ് ഫംഗ്ഷൻ കീ ആയ F9 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ ഈസ്. ഓപ്ഷൻ A നോ ലിമിറ്റ്, ഓപ്ഷൻ B ബേസ്ഡ് ഓൺ ഡ്രോയിങ് ഷീറ്റ് സൈസ്, ഓപ്ഷൻ C ബേസ്ഡ് ഓൺ ഗ്രിഡ് സ്പേസ്, ഓപ്ഷൻ D 1,00,000 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ് ഇല്ല. അതായത് കൺസ്ട്രക്ഷൻ ലൈനിന് ലിമിറ്റ് ഇല്ലായിരിക്കും. ഓർത്ത് വെച്ചിരുന്നോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫംഗ്ഷൻ കീ ഫോർ ഒബ്ജക്ട് സ്നാപ്പ്
tracking on or off is option A F10, option B F5, option C F9, option D F11. നമ്മൾ പഠിച്ചതാണ് F11 ആണ് ഫംഗ്ഷൻ കീ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിന് യൂസ് ചെയ്യുന്നത്. 7th question is the short key for offset is option A OF, option B O, option C OFF, option D OT. ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ് ഓപ്ഷൻ ബി ഒ. സിംപ്ലി ഒ വെച്ചാണ് നമ്മൾ ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കീ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കമാൻഡ് ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ് പാരലൽ ടു ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. അതായത് ഒറിജിനൽ ഒബ്ജക്റ്റിന് പാരലായിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതെന്നാണ്. ഓപ്ഷൻ എ ഓർത്തോ, ഓപ്ഷൻ ബി മിറർ, ഓപ്ഷൻ സി എക്സ്പ്ലോഡ്, ഓപ്ഷൻ ഡി ഓഫ്സെറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓഫ്സെറ്റ് കമാൻഡാണ് പാരലായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്. 9th ക്വസ്റ്റ്യൻ വിച്ച് കമാൻഡ് ചേഞ്ച് ക്രോസ് ഹെയർ കേഴ്സർ ഇൻറ്റു ഹാൻഡ് കേഴ്സർ. ക്രോസ് ഹെയർ കേഴ്സറിനെ ഹാൻഡ് കേഴ്സർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കമാൻഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൂം, ഓപ്ഷൻ ബി പാൻ, ഓപ്ഷൻ സി കോപ്പി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. പാൻ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് ഹെയർ കേഴ്സറിനെ ഹാൻഡ് കേഴ്സർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ. 10th ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ കീ ടോഗിൾ ബിറ്റ്വീൻ ഡ്രോയിങ് സ്ക്രീൻ ടു ടെക്സ്റ്റ് സ്ക്രീൻ. ഓപ്ഷൻ എ F4, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. F2 ഫംഗ്ഷൻ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിനെ ടെക്സ്റ്റ് സ്ക്രീനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ടോഗിൾ ചെയ്യുന്നത്. ഓക്കെ. 11th ക്വസ്റ്റ്യൻ ആണ് വിച്ച് കമാൻഡ് യൂസ്ഡ് ടു ജോയിൻ പെർപെൻഡിക്കുലർ ബൈ കർവ്. ഓപ്ഷൻ എ ചാംഫർ, ഓപ്ഷൻ ബി ഫില്ലറ്റ്, ഓപ്ഷൻ സി ഓഫ്സെറ്റ്, ഓപ്ഷൻ ഡി പോളിലൈൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈനിനെ കർവ്ഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നത് ഏത് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞതാണ് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് കർവ്ഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ചേംഫർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബിവെൽഡ് ലൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫില്ലറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്. ഓപ്ഷൻ എ റൗണ്ട് കോർണർ, ഓപ്ഷൻ ബി സ്ട്രെയിറ്റ് കോർണർ, ഓപ്ഷൻ സി പോയിന്റഡ് എഡ്ജ്, ഓപ്ഷൻ ഡി ഓൾ ദ അബോവ്. നമുക്കറിയാം റൗണ്ടഡ് കോർണർ ആണ് ഫില്ലറ്റ് കമാൻഡ് വെച്ച് യൂസ് ചെയ്യുന്നത്. 13th ക്വസ്റ്റ്യൻ എക്സ്റ്റൻഷൻ ഫയൽ ഓൺ CAD ഈസ് ഓപ്ഷൻ എ .doc, ഓപ്ഷൻ ബി .exe, ഓപ്ഷൻ സി .dwg, ഓപ്ഷൻ ഡി .xlx. CADൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ഫയലാണ്. .dwg ആയിരിക്കും CADൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ. 14th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് യൂസ്ഡ് ടു ഡ്രോ സോളിഡ് സർക്കിൾ. ഓപ്ഷൻ എ സർക്കിൾ, ഓപ്ഷൻ ബി ഡോണറ്റ്, ഓപ്ഷൻ സി എലിപ്സ്, ഓപ്ഷൻ ഡി ഓൾ ദ അബോവ്. സോളിഡ് സർക്കുലർ കർവ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഡോണറ്റ് ആണ്. ഡോണറ്റ് എല്ലാവർക്കും സുപരിചിതമാണ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ആണ് ഡോണറ്റ് കമാൻഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോളിഡ് സർക്കുലർ സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ ഡോണറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. 15th ക്വസ്റ്റ്യൻ സ്കെയിലിംഗ് മേക്സ് ദ ഒബ്ജക്റ്റ്. സ്കെയിലിംഗ് കൊണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്മാളർ, ഓപ്ഷൻ ബി ബിഗർ, ഓപ്ഷൻ സി എയ്തർ സ്മാളർ ഓർ ബിഗർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. എല്ലാവർക്കും അറിയാം സ്കെയിലിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യും. അതായത് ഓപ്ഷൻ സി എയ്തർ സ്മാളർ ഓർ ബിഗർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോളാർ അറേ ക്രിയേറ്റ് ഒബ്ജക്റ്റ്. ഓപ്ഷൻ എ ഇൻ എ ഗ്രിഡ് പാറ്റേൺ, ഓപ്ഷൻ ബി ഇൻ എ സർക്കുലർ പാറ്റേൺ, ഓപ്ഷൻ സി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. പോളാർ അറേ ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കുലർ പാറ്റേണിലാണ് ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പോളാർ അറേ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. സോ ഈ കവർ ചെയ്ത ഇത്രയും പോർഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് പോലും ഓട്ടോ ക്യാഡിൽ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഫ്രണ്ട്സ്, അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആയിരിക്കും എടുക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.